Hi Kerets, and welcome back to my channel. Kerets 2026 ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേക്കൻസി ഔട്ട് ആയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. 10ാം ക്ലാസ് പാസ്സായവർക്കും +2 പാസ്സായവർക്കും ഗ്രാജുവേഷൻ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. കാരണം 10ാം ക്ലാസ് പാസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള വേറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ടൊരു ഡിഫൻസ് ഒക്കെ കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ ഒരു വേക്കൻസി ഔട്ടായിരിക്കുന്നത്. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എക്സാം പാറ്റേൺ ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് A to Z കാര്യങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. നോക്കൂ കുട്ടികളെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾക്കിവിടെ ഡേറ്റും കാണാവുന്നതാണ്. മെയ് 4-നാണ് ഈ ഒരു ലെറ്റർ ഔട്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ടായത് ഇല്ലയോ എന്നുള്ളത്. കുട്ടികളെ, ഓൺലൈൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലിങ്കിൻ്റെ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ്. മെയ് 4-നാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 3-ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റേജ് 1 എന്ന് പറയുന്ന റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ജൂണിലാണ്. 2026 ജൂണിലാണ് റിട്ടേൺ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഡിസംബർ എൻഡോടെ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ നല്ലപോലെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ഈ ഒരു ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം കേൾക്കേണ്ടുന്നത്. കാരണം ഇതേ രീതിയിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ക്ലിയർ? ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് നോക്കാം. ടോട്ടൽ 9 പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പോസ്റ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്. ഈ ഒരു പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ലെവൽ 6 ജോബാണ്. വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിൻ്റെ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിൻ്റെ എല്ലാം ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഓരോ പോസ്റ്റിൻ്റെയും ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ OBC ആണെങ്കിൽ, അതേപോലെ തന്നെ SC/ST ആണെങ്കിൽ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, ഏജ് ലിമിറ്റ് 18 വയസ്സും 27. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഗ്രാജുവേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസിലാണ് ഗ്രാജുവേഷൻ വേണ്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ലെവൽ 5 ജോബാണ്. പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഫീൽഡിലാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോട്ടണി, സുവോളജി, പിന്നെ ഫോറസ്റ്റ് എൻവയൺമെൻറ്റ്, എക്കോളജി ആൻഡ് ബയോടെക്നോളജി, ജെനറ്റിക്സ് എല്ലാം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാത്തിലും വേണ്ട ഏതെങ്കിലും ഒരു സ്ട്രീമിൽ മാത്രം ബാച്ചിലർ ഡിഗ്രി ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 പോസ്റ്റ്. ഇത് ലെവൽ 4 ജോബാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ +2 പാസ്സായിരിക്കണം. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2ലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോ അറിഞ്ഞിരിക്കണം. സ്റ്റെനോ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് മെത്തേഡാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ആ ഒരു സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിച്ചാലും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്റ്റെനോ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മുടെ 3 പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ടെക്നീഷ്യൻ ലെവൽ 3 ജോബാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ +2 പാസ്സായിരിക്കണം. സയൻസ് പഠിച്ച കേഡറ്റ് ആയിരിക്കണം. അഗ്രിഗേറ്റ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആണ് സ്റ്റോർ കീപ്പർ എന്നൊരു ട്രേഡിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 പാസ്സായ ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം.
ഹിസ്റ്ററി ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും. നെക്സ്റ്റ് ആണ് ടെക്നീഷ്യൻ നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് പല ട്രേഡ് കാണാവുന്നതാണ്. ടോട്ടൽ വേക്കൻസി 9 എണ്ണമാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പല ട്രേഡ് കാണാം. ഇൻഫർമേഷൻ ടെക്നോളജി, കാർപ്പൻറ്റർ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, പ്ലംബർ, ഇലക്ട്രീഷ്യൻ. ഈ ട്രേഡിൻ്റെ എല്ലാം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. പക്ഷേ ഇവിടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി ചോദിക്കുന്നുണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ITI ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ ITI സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 7th ആണ് LDC അഥവാ ലോവർ ഡിവിഷൻ ക്ലർക്ക്. ലെവൽ 2 ജോബാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ +2 പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ടൈപ്പിംഗ് അറിഞ്ഞുകൂടായെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും നിങ്ങൾ പോയി ടൈപ്പിംഗ് പഠിച്ചാൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 7th പോസ്റ്റിൻ്റെ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഫോറസ്റ്റ് ഗാർഡ്. ലെവൽ 2 ജോബാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 പാസ്സായിരിക്കണം. സയൻസ് സ്ട്രീം എടുത്ത് കേഡറ്റ് ആയിരിക്കണം. എന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇവർക്ക് ഫിസിക്കലുണ്ട്. ഫിസിക്കൽ എന്താണെന്ന് പറഞ്ഞു തരാം. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്റർ വാക്ക് ചെയ്യണം 4 അവേഴ്സിനുള്ളിൽ. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 79 സെൻറ്റിമീറ്റർ. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 14 കിലോമീറ്റർ 4 അവേഴ്സിനുള്ളിൽ വാക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 74 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് പ്രോപ്പർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഗാർഡ് എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള. സോ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് MDS. ഏതാണ് കുട്ടികളെ? MDS. ഈ ഒരു പോസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുൾ വേക്കൻസിയുടെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പോസ്റ്റിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു, വേക്കൻസി അപ്ഡേറ്റ് ചെയ്തു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള അപ്ഡേറ്റ് കൂടി നോക്കാം. ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെലക്ഷൻ പ്രോസസ്സ് നോക്കൂ കുട്ടികളെ. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാ പോസ്റ്റും കാണാം. എല്ലാ പോസ്റ്റിനെയും ഡിഫറെൻ്റ് ആണ് സ്റ്റേജ് 1 എക്സാം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് 10ാം ക്ലാസ് ലെവലുള്ള MDS പോസ്റ്റ് ഉണ്ട്, LDC ലെവലുള്ള +2 പോസ്റ്റ് ഉണ്ട്, ഗ്രാജുവേഷൻ ലെവലുള്ള പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പോസ്റ്റിനനുസരിച്ച് എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷനും മാറും. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സിലബസും അതിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും വേണം പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ PDF വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ PDF ലഭിക്കുന്നതായിരിക്കും. ആ PDF നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം സ്റ്റേജ് 1 റിട്ടേൺ എക്സാമാണ് വരാൻ പോകുന്നത്. ക്ലിയർ ആയാലോ? ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടെക്നീഷ്യൻ ഫീൽഡ് ലാബ് റിസർച്ച്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസ്റ്റിന് അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് LDC. പിന്നെ നെക്സ്റ്റ് പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MDSൻ്റെ കാര്യം പറഞ്ഞാൽ നോക്കൂ കുട്ടികളെ, 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ മാത്സ്, പിന്നെ നിങ്ങൾക്ക് GK കാണാം, റീസണിങ് കാണാം, ഇംഗ്ലീഷ് കാണാം. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ എക്സാം പാറ്റേൺ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യനാണ് വരുന്നത്, ടോട്ടൽ എത്ര ക്വസ്റ്റ്യനാണ് എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇനി സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ്. ഇനി സ്റ്റേജ് 2ലേക്ക് എത്ര കുട്ടികളെ ആയിരിക്കും അവർ വിളിക്കുന്നത് അതുകൂടി ഞാൻ പറഞ്ഞു തരാം. സ്റ്റേജ് 1 നിങ്ങൾ എക്സാം എഴുതി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ വേക്കൻസി എത്രയാണോ അതിൻ്റെ 5 ഇരട്ടി കുട്ടികളെയാണ് സ്റ്റേജ് 2ലേക്ക് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ MDS എന്നൊരു പോസ്റ്റിലേക്ക് 50 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റേജ് 2ലേക്ക് എന്താണ് എത്രയാണോ ആ വേക്കൻസി അതിൻ്റെ 5 ഇരട്ടി കുട്ടികളെ എന്താണ് സ്റ്റേജ് 2ലേക്ക് വിളിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ സ്റ്റേജ് 2 ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ട്രേഡിനും ഇല്ല, ചില ട്രേഡിന് മാത്രമാണുള്ളത്. എല്ലാ ട്രേഡിനും സ്റ്റേജ് 2ൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റേജ് 2ൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്താണ്? ഒരു ഷോർട്ട് എസ്സേ ആണ്. നിങ്ങൾ 300 വേർഡ്സ് അവിടെ നിങ്ങൾ ആ എസ്സേ നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിളായിട്ട് മാക്സിമം മാർക്ക് 50 ആണ്.
ടൈം ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. 50 മാർക്സ് നിങ്ങൾ അച്ചീവ് ചെയ്താലേ നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ക്വാളിഫയിങ് ആണ്. സ്റ്റേജ് 1-ൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജ് 2-ൽ വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. ഇനി നമുക്ക് സ്റ്റേജ് 3 നോക്കാം. 3 ഫേസ് ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. സ്റ്റേജ് 1 പറഞ്ഞു, സ്റ്റേജ് 2 പറഞ്ഞു. ഇനി സ്റ്റേജ് 3 നോക്കൂ കുട്ടികളെ. സ്റ്റേജ് 3-ൽ വരുന്നതാണ് സ്കിൽ ടെസ്റ്റ്. ഏതൊക്കെ ട്രേഡിലേക്കാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത് നോക്കൂ. ടെക്നീഷ്യൻ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്കിൽ ടെസ്റ്റ് വരുന്നതായിരിക്കും. LDC ടൈപ്പിംഗ്, ഫോറസ്റ്റ് ഗാർഡിനകത്ത് ഫിസിക്കലി വരുന്നതായിരിക്കും. പിന്നെ സ്റ്റെനോഗ്രേഡ് 2-നകത്ത് സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് വരുന്നതായിരിക്കും, അതായത് സ്റ്റെനോ ടൈപ്പിംഗ് വരുന്നതായിരിക്കും. ഇത്രയുമാണ് സ്റ്റേജ് 3-ൽ വരുന്ന സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഫൈനലി നിങ്ങൾ അറിയേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫീസ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്ന ഒരു പോസ്റ്റാണിത്. ഇവിടെ ടോട്ടൽ ഫീസ് വരുന്ന 1500 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീസ് 800-ഉം അതേപോലെ പ്രോസസ്സിംഗ് ഫീസ് 700-ഉമാണ്. വരുന്ന ആർക്കൊക്കെയാണ്? ജനറൽ, OBC, EWS കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കേഡറ്റിനാണ് ഈ ഫീസ് വരുന്നത്. ഇനി ഫീമെയിൽ കേഡറ്റിനും അതേപോലെ തന്നെ SC, ST, PW ആപ്ലിക്കൻസിനും ഓൺലി ഫീസ് ആവുന്നത് 700 രൂപ മാത്രമാണ്. ഇവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരത്തില്ല. ക്ലിയർ? അപ്പോൾ ഫീസിൻ്റെ അപ്ഡേറ്റ് മനസ്സിലായിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഞാൻ ഈ പറഞ്ഞ പോസ്റ്റിൽ ഏതെങ്കിലും പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഇവിടെയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കേഡറ്റ് 2026 ആർമി നേവി എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർമിയിലെ എല്ലാ ട്രേഡിനും ക്ലാസ് അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, WMB, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ഓഫീസർ അസിസ്റ്റൻറ്റ്, നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ SSR, MR, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, എല്ലാത്തിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നേവിയുടെ എക്സാം നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ടാവുന്നതായിരിക്കും. ഇന്ത്യൻ ആർമിയുടെ എക്സാം ജൂൺ 1st വീക്ക് മുതലാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നിങ്ങളും ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ കിട്ടുന്നില്ല എങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നേവിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ സ്റ്റേജ് 2-ൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ചാൻസ് മിസ് ചെയ്യരുത്. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ടൈമിൽ പഠിച്ചാലും ഈസിയായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 1 lakh+ വേക്കൻസിയാണ് ഈ തവണ വന്നിരിക്കുന്നത്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ അന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.